അസ്സലാമു അലൈക്കും. അപ്പോൾ കുറേ കാലത്തിന് ശേഷം നമ്മൾ Q&A വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ നമ്മളിനി Q&A വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ പിന്നെ ചെയ്യാൻ കുറേ കാലം എടുക്കും, ചെയ്യലുണ്ടാവുമെന്ന് ഉറപ്പില്ല. സോ ആദ്യം ഞാൻ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എനിക്കിതിപ്പോൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എൻ്റെ പേര് അബ്ദുള്ള ഫാദിൽ. ഞാൻ 12th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. എൻ്റെ വീട് മൂടാൽ, കുറ്റിപ്പുറം, വളാഞ്ചേരിൻ്റെ ഏറെക്കുറെ സെൻട്രലാണ്, മലപ്പുറമാണ് ജില്ല. എൻ്റെ ഫാമിലിനെ പറ്റി പറയുകയാണെങ്കിൽ ഇക്കുപ്പ, ഉമ്മ, കാക്ക, ഒരനിയത്തിയാണ്. പിന്നെ ചില ക്വസ്റ്റ്യൻസ് കണ്ടത് സാദിയ സുഫ്ന, നിങ്ങളൊരു പഠിപ്പിച്ചിട്ടാണെന്ന് നിങ്ങളെ ചങ്ങായിമാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരിയാണോന്ന് ഇല്ല. ഇപ്പം എൻ്റെ ഒപ്പം പഠിക്കണേ, ഞാൻ ഇപ്പോൾ അവിടെ പഠിക്കണേ, ഞാൻ ഇപ്പോൾ വഫ ക്യാമ്പസിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞുതരാം. ഞാൻ പ്രൈമറി പറഞ്ഞാൽ KG മുതൽ 6ാം ക്ലാസ് വരെ ഞാൻ എൻ്റെ നാട്ടിലുള്ള MM സ്കൂളിലാണ് പഠിച്ചത്. പിന്നെ 7 to 10 മർക്കസ്, വളാഞ്ചേരി മർക്കസിൽ, അതിൻ്റെ ഒപ്പം തന്നെ ഇഫ്ലു ഉണ്ടായിരുന്നു. പിന്നെ +1 +2 ആണ് ഞാൻ വഫ ക്യാമ്പസിൽ പഠിച്ചത്. പിന്നെ എൻ്റെ ഒപ്പമുള്ള എല്ലാവരും ഇപ്പോൾ വഫ ക്യാമ്പസിൽ പഠിക്കുന്ന അധികം എല്ലാവരും നല്ല പഠിക്കും. അപ്പോൾ ഒരിടയിൽ നിന്ന് ഇങ്ങനെ പഠിച്ചു പോകുക എന്നല്ലാതെ അത്ര വലിയ പഠിപ്പൊന്നുമല്ല. അതാണ് ഞാൻ വീഡിയോ ഇട്ടപ്പോൾ തന്നെ കുറേ ആൾക്കാർ ചോദിച്ചത് എന്താ അഭിനയിക്കായിരുന്നു. അങ്ങനെ മാർക്ക് ചെറിയ മാർക്ക് കിട്ടിയെന്നുള്ളൂ അതിൻ്റെ ഒപ്പം. പിന്നെ ഞാൻ കമൻറ്റ് ബോക്സ്, ഈ കമൻറ്റിൻ്റെ ഇത് നോക്കുമ്പോൾ കുറേ ആൾക്കാർ ഫേവറേറ്റ് സിംഗറാണ്, ഞാനാണ് ഫേവറേറ്റ് സിംഗർ. അതേമാതിരി അധികം ഉമ്മമാരാണ് മെസ്സേജ് അയച്ചിട്ടുണ്ടാവുക. ഇവരെ കുട്ടികൾ പാട്ടൊക്കെ കേൾപ്പിക്കലുണ്ട്. ചെറുപ്പം മുതലൊക്കെ ചില വീട്ടിൽ നിന്നൊക്കെ മെസ്സേജ് അയക്കലുണ്ട്, ഇങ്ങനെ എൻ്റെ കുട്ടി പാട്ട് കേൾക്കലുണ്ട്, ഞാൻ ആ കുട്ടിക്ക് പാട്ട് കേൾപ്പിച്ച് കൊടുക്കലുണ്ട് പറയുമ്പോൾ ഒക്കെ കേൾക്കുമ്പോൾ നല്ല സന്തോഷമാണ്. നമ്മൾ ഈ ഫീൽഡിൽ എത്തിയതിൽ തന്നെ നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം അങ്ങനത്തെ ഓരോ മെസ്സേജ് കാണുമ്പോഴാണ്, സത്യമായിട്ട് പറഞ്ഞാൽ. പിന്നെ എൻ്റെ ഫേവ് സിംഗർ ആരാന്ന് പറഞ്ഞാൽ മിൻഷാദ് സാറ് പറഞ്ഞ ആളാണ്. അതെന്താ വെച്ചാൽ മൂപ്പരാൾ വരെ സ്റ്റോറേജ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വെച്ചത് എൻ്റെ ഫേവ് സിംഗർ ആരാന്ന്. എൻ്റെ ഫേവ് സിംഗർ മിൻഷാദ് സാറാണ്. അതിൽ മെയിൻ റീസൺ എന്താ വെച്ചാൽ ആളൊരു പാഷന്. ഞാൻ വോയിസ് ചേഞ്ച് ആവുന്നൊരു സമയം ഉണ്ടായിരുന്നു, എനിക്ക് പാടാൻ നല്ല ബുദ്ധിമുട്ടുള്ളായിരുന്ന സമയത്ത് മൂപ്പരാളാണ് എന്നോട് പറഞ്ഞത്. ഇങ്ങനെ മൂപ്പരാളെ കണ്ടപ്പോൾ തന്നെ എനിക്കൊരു ഇൻസ്പയറായി, നടക്കും പാട്ട് ഇങ്ങനെ പാടി നിർത്താതിരുന്നാൽ മതി എന്നുള്ളു. പിന്നെ എൻ്റെ പാട്ട് കരിയറിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ഇപ്പം പാട്ട് പാടും, കുറച്ച് ഇപ്പാൻ്റെ ഇൻട്രസ്റ്റ് കൊണ്ട് മാത്രം പാടിയതായിരുന്നു ഞാൻ പാട്ട് പാടി തുടങ്ങിയത്. എനിക്ക് തോന്നുന്നത് 4ാം ക്ലാസ്സിൽ നിന്നൊക്കെയാണ് എൻ്റെ ഫസ്റ്റ് ആൽബം പാടുന്നത്. അത് ഇതേമാതിരി അങ്ങോട്ട് പൈസ കൊടുത്തിട്ടാണ് ഞാൻ ഫസ്റ്റ് പാടുന്നത്. അറൗണ്ട് ഒരു 10 സംതിങ് കൊടുത്തിരുന്നു. അത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോൾ കൊടുത്തതായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. ഫസ്റ്റ് ഞാൻ പാടിയ ടീം ഞാൻ പറയണില്ല. പിന്നെ അത്യാവശ്യം എല്ലായിടത്തും ഇങ്ങനെയൊക്കെ പോയിന്ന് പാട്ട് പാടിയിരുന്നു. പിന്നെ മൻസൂർ ഖാനെ കണ്ട്, അനീഫ ഖാനെ കണ്ട്, ഷർഫുസ്താദും ഷെരീഫും കുറേ ആൾക്കാരുണ്ട്. എൻ്റെ ജേണിയിൽ തന്നെ കുറേ ആൾക്കാരോട്, ആരോടാണെങ്കിലും കുറേ ആൾക്കാരോട് കമ്മിറ്റ്മെൻ്റ് ഉള്ളതാണ്. കാരണം ഒരിക്കലും ഒറ്റയ്ക്ക് ഇങ്ങനെ വന്നതെന്ന് പറയണില്ല. കുറേ ആൾക്കാർ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് അത്രയെങ്കിലും പറ്റിയത്. പിന്നെ എൻ്റെ കലോത്സവം പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് കലോത്സവത്തിന് പോകുന്നത് 3ാം ക്ലാസ്സിൽ നിന്നാണ്. 3ാം ക്ലാസ്സിൽ നിന്ന് അന്ന് ഗ്രൂപ്പ് സോങ് ഉണ്ടായിരുന്നു, അറബി ഗ്രൂപ്പ് സോങ്ങിൽ ഒരു ഫസ്റ്റ് ഉണ്ടായിരുന്നു സബ് ജില്ലയിൽ. പിന്നെ 4ാം ക്ലാസ്സിൽ നിന്ന് മാപ്പിളപ്പാട്ട് ഫസ്റ്റ് ഉണ്ടായിരുന്നു. LP ആയിരുന്നല്ലോ. 5ലെത്തിയപ്പോൾ ഒക്കെ ഒന്നുമില്ല, 6ാം ക്ലാസ്സിൽ നിന്ന് ഒരു അറബി പദ്യം ഫസ്റ്റ് ഉണ്ടായിരുന്നു. മാപ്പിളപ്പാട്ടൊക്കെ സെക്കൻഡ് ആയിരുന്നു. അറബി പദ്യം എന്നിട്ട് ഞാൻ ജില്ലയിൽ പോയിട്ട് ഫസ്റ്റ് സീസൺ തന്നെ എൻ്റെ സ്കൂളിൽ MM ഞാൻ ആദ്യമായിട്ടാണ് തോന്നുന്നത്, ജില്ലയിൽ നിന്ന് അവിടുന്ന് ഒരു കുട്ടി പോണതെന്ന് ആദ്യമായിട്ടാണ്. അപ്പോൾ പാവ സ്കൂളുകാർ കാര്യമായിട്ട് നോക്കി എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ള ലെവലിൽ. പക്ഷെ ഞാൻ ആദ്യമായിട്ട് പോയി രാവിലെ തന്നെ പോയിട്ട് ഒരു 5-6 വെള്ളിയൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. അതൊന്നും കിട്ടിയില്ല. പിന്നെയാണ് ഞാൻ മർക്കസ്ക്ക് വരുന്നത്. മർക്കസ്ക്ക് ഞാൻ വരുന്നത് 7ാം ക്ലാസ്ക്ക്. ആ വർഷം എന്നിട്ടേക്ക് മാപ്പിളപ്പാട്ട്, അറബി ഗാനം, അറബി പദ്യം ഫസ്റ്റ് കിട്ടി. എന്തില്ല. പിന്നെ 8ഉം 9ഉം കൊറോണ ആയി. ഈ കൊറോണ സീസൺ ശരിക്കും പറഞ്ഞാൽ ഇക്കൊരു
കാരണം എൻ്റെ വോയിസ് ആ സമയത്ത് മാറി, എനിക്ക് പാടാനേ പറ്റിയിരുന്നില്ല. 10ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ ഞാൻ പാടണം എന്ന് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം വോയിസൊക്കെ മാറുമ്പോൾ നമുക്ക് നല്ല പേടിയൊക്കെ ആയിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയിലേക്കൊരു ഞാൻ ഇഫ്ലോളജി പഠിക്കുന്ന സമയത്ത് ഒരു പ്രോഗ്രാം കണ്ടു വാട്സപ്പിലൊക്കെ ആയിട്ട്, ഒരു മധുഗാന മത്സരം. അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഞാൻ പാട്ട് നിർത്തിക്കണം, പാടലേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ എൻ്റെ ഉസ്താമാരൊക്കെ പറഞ്ഞു ഒന്ന് പോയി പാടി നോക്കി, കാളെ പോയി പാടി. അപ്പോൾ വോയിസ് കുറച്ചൊക്കെ തുറന്ന് ചെറുതായിട്ടൊക്കെ. അന്ന് നിന്നിട്ട് അവിടെ ഈ ഷെഫീഖ് സാർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2 വർഷമാണ് വട്ടപ്പാട്ട് സ്റ്റേറ്റ് ഫസ്റ്റ് അടിച്ചത്. ഈ 2 വർഷത്തെയും അവിടുത്തെ ഞങ്ങളെ മാസ്റ്റർ ആയിരുന്നു ഷെഫീഖ് സാർ. അതിന് ഷെഫീഖ് സാർ പറഞ്ഞു ഇപ്രാവശ്യം ഞങ്ങൾ എടുക്കാം. പിന്നെ മാർക്കസ്ത്തെ മാനേജ്മെൻറ്റാണ്, നല്ല സപ്പോർട്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെടുത്ത് എന്നിട്ട് അല്ലെങ്കിൽ ആ വർഷക്ക് ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ മാപ്പിളപ്പാട്ട്, അറബി ഗാനം, അറബി പദ്യം, അല്ല മാപ്പിളപ്പാട്ടില്ല, മാപ്പിളപ്പാട്ടിൻ്റെ പകരം ഈ വട്ടപ്പാട്ട്, അറബി ഗാനം, അറബി പദ്യം ഫസ്റ്റ് കിട്ടി സ്റ്റേറ്റിൽ. അതുപോലെ തന്നെ ആ വർഷമാണ് ഞാൻ മാപ്പിളപ്പാട്ട് ജില്ല പാടിയത്. ഈ ജി ഗംതംഗം പാതി മണ്ണ് അത് പാടിയത്. പിന്നെ പലരുടെയും ഒരു സംശയമാണ് ജി ഗംതംഗം ഫസ്റ്റ് പാടിയ ഞാനാണെന്ന്. ഞാനല്ല പാടിയത്. നിങ്ങളിനി യൂട്യൂബിലൊക്കെ ആ പാട്ട് സെർച്ച് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ എൻ്റെ വേർഷൻ പഠിക്കണ്ട. കാരണം ഞാൻ പാടിയ വേർഷനിൽ ചെറിയ ചെറിയ തെറ്റുകളുണ്ട്. അതിൻ്റെ ഒറിജിനൽ യൂട്യൂബിലുണ്ട്. അനീഫൊക്കെയാണ് മ്യൂസിക്. എൻ്റെ ജേണിയിൽ വളരെയേറെ ഇമ്പോർട്ടൻസ് ഉള്ള ആൾക്കാരാണ് അനീഫൊക്കെ, അതുപോലെ തന്നെ മൻസൂർ ഖാനെ പിന്നെ പറയണ്ട. മൻസൂർ ഖാൻ്റെ പാട്ട് തന്നെ ഞാൻ കുറേ പാടിയിരിക്കണം. അപ്പം അങ്ങനെ. പിന്നെ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ കമൻസ് അന്ന് കണ്ടതാണ്, പിന്നെ ഞാൻ കമൻസ് നോക്കിയിട്ടില്ല. അപ്പോൾ അന്ന് കണ്ടതിൻ്റെ ഒരു ഓർമ്മയിൽ ഓരോ കമൻസ് എടുത്ത് നോക്കുകയാണ്. ഇനി അത് നോക്കാൻ നിന്നാൽ പിന്നെ നേരം വയ്ക്കും. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു സമയം കിട്ടിയപ്പോൾ വീഡിയോ ചെയ്യാമെന്ന് വെച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ ഒരു കണ്ടിന്യൂറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. ക്ഷമിക്കണം, ഇത് ചെയ്ത് തീരണ്ടേ എന്നുള്ള ലെവലിൽ ചെയ്യാണ്. പിന്നെ വന്ന കുറേ ക്വസ്റ്റ്യൻസിൽ പെട്ടതാണ് കമ്മിറ്റഡ് ആണോ, എന്തെങ്കിലും റിലേഷൻഷിപ്പിലുണ്ടോ, അങ്ങനത്തെ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ ഭാവി വധുവിൻ്റെ സങ്കല്പങ്ങൾ, ഭാവി വധു എവിടുന്നാവണം, ഭാവി വധു ഹിജാബ് ഇടണോ, ഇതൊക്കെ എന്തൊക്കെ ക്വസ്റ്റ്യൊക്കെ മനസ്സിലാവണില്ല, പക്ഷെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എന്താ വെച്ചാൽ ഇവരൊക്കെ പറഞ്ഞ കാര്യം എവരി ഇൻഡിവിജ്വൽ ഹാസ് എ ഡിസൈർ ടു ബി ലൗഡ് എന്നാണ്. പക്ഷെ അത് ചോദിച്ചാൽ കമ്മിറ്റഡ് ആവണമെന്നൊന്നുമില്ല. പക്ഷെ അപ്പോൾ നമ്മൾ കമ്മിറ്റിയിലൊന്നുമില്ല, പാങ്ങളാണ്. പിന്നെ എന്താ ഭാവി വധുവിനെ എത്തിയിട്ടൊന്നും ഇപ്പോൾ ചിന്തിക്കണില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യത്തിലൊന്നും അല്ലാതെ വീട്ടിലിരിക്കണം. അപ്പോൾ അങ്ങനത്തെ ഒന്നും ഇനി പറയാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ എവിടെ പഠിക്കണത് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, വഫ ക്യാമ്പസിലാണ് +1 +2 പഠിച്ചത്. ഇനി +2 കഴിഞ്ഞിട്ട് ഞാൻ നോക്കുകയാണ്. ഞാൻ മിക്കവാറും ഏതെങ്കിലും ഒരു എൻട്രൻസ് റിപ്പീറ്റ് ചെയ്യാനാണ് നോക്കുക. പിന്നെ വേറൊരു ക്വസ്റ്റ്യനാണ്, പല ഗേൾസും നിൻ്റെ വീഡിയോസിൻ്റെ താഴെ ഇക്കാന്ന് പറഞ്ഞ് മെസ്സേജ് ഇടാറില്ലേ, അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? അതിനോട് എങ്ങനെ ഇപ്പോൾ പ്രതികരിക്കേണ്ടത് എനിക്കറിയില്ല. അധികം ആൾക്കാരുടെയും ഇക്കാൻ്റെ വയസ്സുണ്ടാവുമായിരിക്കും ഉക്ക്, അതുകൊണ്ടായിരിക്കും ഇക്കാന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് മോശമായിട്ട് പ്രതികരിക്കണമില്ല, അത്ര നന്നായിട്ട് പ്രതികരിക്കണമില്ല. ഇഷ്ടപ്പെട്ടിട്ടാണ് മെസ്സേജ് അയക്കുന്നത്. അധികം ആൾക്കാരും ഇപ്പോൾ ആകെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ കുറേ ആൾക്കാരും ഒരു 98% ആൾക്കാർക്ക് അറിയില്ല. പക്ഷെ എന്നിട്ട് പോലും ഇതിൽ പല ആൾക്കാരും പിന്നെ പാട്ട് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും വീഡിയോസ് ഇറങ്ങുമ്പോൾ ഇൻസ്റ്റയിലായാലും യൂട്യൂബിലൊക്കെ ആയാലും വാട്സപ്പിലൊക്കെ ആയാലും ഇവർ സ്റ്റോറിയും സ്റ്റാറ്റസും അങ്ങനത്തെ ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഒന്നും അറിയാത്ത ഒരാളെ പറ്റിയിട്ട് ഇവർ ഇതൊക്കെ ഇടുന്നത് എന്നെ സംബന്ധിച്ചിട്ട് അതൊക്കെ വലിയ ഹെൽപ്ഫുള്ളാണ്. കാരണം ഞാനിപ്പോൾ ഫീൽഡിൽ ഇല്ലാത്ത സമയത്ത് ഇവർ കുറേ അങ്ങനത്തെ ഓരോ വീഡിയോസൊക്കെ ഇട്ട് ഇറക്കിയെന്ന്. അപ്പോൾ അവരോട് എന്നും നന്ദിയും കടപ്പാടും അത്രയല്ലേ, അല്ലാതെ കൂടുതലൊന്നുമില്ല. പിന്നെ എൻ്റെ +2 റിസൾട്ടിൻ്റെ ബ്ലോഗ് ഉണ്ടാവാൻ സാധ്യതയില്ലായിരുന്നു. അത് മാർക്ക് കുറയുന്നുള്ളതിലേന്ന് അല്ലെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മാർക്ക് കിട്ടിയാണ്. എനിക്ക് ഫുൾ A+ ഉണ്ട്. അതുപോലെ തന്നെ വിചാരിച്ചമാതിരി കുഴപ്പമില്ല. കെമിസ്ട്രിയിൽ തന്നെ എനിക്ക് മാർക്ക് കുറഞ്ഞത്. പിന്നെ കുഴപ്പമില്ല, അത്യാവശ്യം മാർക്കുണ്ട്. എല്ലാവർക്കും അത്യാവശ്യം മാർക്കുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞത്. പിന്നെ ഞാൻ മറ്റേത്
അഭിനയിച്ച് പറഞ്ഞോന്നല്ലേ, ഞാൻ വിചാരിച്ചു മാർക്ക് ഉണ്ടാവില്ല എന്നുള്ളതിൽ തന്നെ പറഞ്ഞത്. പിന്നെ നിങ്ങൾ വിചാരിക്കണ മാതിരി നമ്മൾ അത്ര വലിയ പഠിപ്പുമല്ല, ഒപ്പമുള്ളവർ പഠിച്ചപ്പോൾ അതിൻ്റെ ഒപ്പം ഇരുന്ന് പഠിച്ച് മാർക്ക് കിട്ടി. അപ്പോൾ ആ ഒരു സംശയം എല്ലാവരും മാറ്റുക. ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ മേ ബി മെഡിക്കലായിരിക്കും, മേ ബി എൻജിനീയറിംഗ് ആയിരിക്കും. ഡിസൈഡ് ചെയ്തിട്ടില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ തോർക്കി കാര്യമായിട്ടൊന്നിൽ എത്തിപ്പെടാൻ ഇൻഷാ അല്ലാഹ്.